മോളിവുഡിൽ നിന്നും ഇന്ന് ഡിസംബർ 20 തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ മാർക്കോ. ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ് അദീനി സംവിധാനം ചെയ്ത സിനിമയുടെ ആദ്യ കേരള പ്രദർശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഫൈനൽ പ്രൈസൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രതീക്ഷിച്ച പോലെ 2 കോടിയിലേറെ കേരള പ്രൈസൽ കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 2,17,00,000 എന്ന ഫൈനൽ കേരള പ്രൈസലാണ് സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ഒരു ഉണ്ണി മുകുന്ദൻ സിനിമയുടെ വമ്പൻ റെക്കോർഡ് പ്രൈസൽ തന്നെയാണ് മാർക്കോ എന്ന സിനിമ ആദ്യ ദിവസം കേരളത്തിൽ പ്രൈസൽ റെക്കോർഡിന്റെ കാര്യത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ ഈ 2024 വർഷം ഏറ്റവും കൂടുതൽ ആദ്യ ദിവസം പ്രൈസൽ കളക്ഷൻ നേടിയെടുത്ത 5 മലയാളം സിനിമകളുടെ പട്ടിക വരുമ്പോൾ അവിടെയും ഉണ്ണി മുകുന്ദന്റെ മാർക്കോയ്ക്ക് ഇടം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ വർഷം ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ മലയാളത്തിൽ ഏറ്റവും ഉയർന്ന കേരള ആദ്യ ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് ലാലേട്ടന്റെ മലക്കോട്ടെ വാലിബനാണ്. 3,87,00,000 സിനിമ ആദ്യ ദിവസം കേരളത്തിൽ ഫൈനൽ പ്രീസെയിലായിട്ട് നേടിയെടുത്തത്. 2ാം സ്ഥാനത്ത് ആടുജീവിതം എന്ന പാൻ ഇന്ത്യൻ സിനിമയാണ്. മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ പൃഥ്വിരാജ് സിനിമ 3,52,00,000 പ്രീസെയിലായിരുന്നു ആദ്യ ദിവസം കേരളത്തിൽ നേടിയെടുത്തത്. അടുത്തത് മമ്മൂട്ടിയുടെ സമീപകാലത്തെ വമ്പൻ ആക്ഷൻ മാസ് എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ടർബോയാണ്. 3ാം സ്ഥാനത്തുള്ള ടർബോ 3,51,00,000 പ്രൈസിലായിരുന്നു നേടിയെടുത്തത്. ഇപ്പോഴത്തെ 4ാം സ്ഥാനത്താണ് ഏറ്റവും ഒടുവിൽ മാർക്കോ എന്ന സിനിമ ഇടം നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ ദിവസം 2,17,00,000 സിനിമയുടെ കേരള പ്രൈസിൽ. മാർക്കോ മറികടന്നിരിക്കുന്നത് മാർക്കോ പോലെ തന്നെ ഈ വർഷത്തിലെ മറ്റൊരു വമ്പൻ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ആവേശം എന്ന സിനിമയാണ്. ഫഹദിന്റെ ആവേശം 2 കോടിയിൽ പരം പ്രൈസിലായിരുന്നു നേടിയെടുത്തത്. ഇപ്പോഴത്തെ അതിനേക്കാൾ കൂടുതൽ പ്രൈസിൽ വലിയ കണ്ടന്റുകളൊന്നും തന്നെ റിലീസിന് മുന്നേ പുറത്തുവിടാത്ത മാർക്കോ എന്ന സിനിമയുടെ പേരിൽ വന്നിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ ഇത് വലിയ നേട്ടമാണ് എന്ന് നിസ്സംശയം പറയാം. അപ്പോൾ ഇനി അങ്ങോട്ട് മാർക്കോ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ നാളുകളാണ്. കാത്തിരിക്കൂ സിനിമയുടെ ഓരോ റെക്കോർഡുകളും കളക്ഷൻ ഡീറ്റെയിൽസും അടുത്ത ദിവസങ്ങളിൽ അറിയാനായിട്ട്.